നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്കറു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഇളയരാജ എന്ന സിനിമ റിലീസിന് വരികയാണ്. ഈ മാസം മാർച്ച് 22-ാം തീയതി. ഈ മാസം 22-ാം തീയതി സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കുടുംബ പ്രേക്ഷകരെയും ഞാൻ സിനിമ കാണാനായിട്ട് ക്ഷണിക്കുകയാണ്. ഇളയരാജയിലെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മേൽവിലാസം, അപ്പോത്തിക്കിരി എന്നീ സിനിമയ്ക്ക് ശേഷം ശ്രീ മാധവ് രാംദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇളയരാജ. ഞാനും ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രധാന കഥാപാത്രം ചെയ്യുന്ന സിനിമയാണ് ഇളയരാജ. ഇളയരാജയിലെ എൻ്റെ കഥാപാത്രം വനജനെന്ന്. വനജന് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ഭാര്യയുടെ അച്ഛനുണ്ട്. ഈ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം മുഴുവൻ വനജൻ്റെ തോളിലാണ്. തൃശ്ശൂർ റൗണ്ടിൽ ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ഒരു കഥാപാത്രമാണ് വനജൻ. വനജൻ്റെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് മക്കളാണ്. മക്കളെ മുൻനിരയിലെത്തിക്കാൻ വേണ്ടി ഈ അച്ഛൻ നടത്തുന്ന പോരാട്ടമാണ് സിനിമ. ഇതിനു മുമ്പ് ഞാൻ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡെപ്തുള്ള, അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായിട്ടൊക്കെ അവിടെ ഇവിടെയായിട്ട് ഒരുപാട് സാമ്യം തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. സിനിമയിൽ 7ഓളം പാട്ടുകളുണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തകർന്ന് തരിപ്പണമായി വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഇരിക്കുന്നവർക്ക് ഒരു പ്രേരക ശക്തിയായി മാറാൻ, അല്ലെങ്കിൽ എന്തിനേയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുള്ള ഒരു ഉന്മേഷം ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്കുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആവണം എന്നുള്ളതാണ് ശുഭപ്രതീക്ഷയും. ഇളയരാജ ഈ മാർച്ച് 22-നാണ് റിലീസ്. കുട്ടികളുടെ അവധിക്കാലം വരുന്നു. പരീക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്ക് ഒരു ബുക്ക് പോലെ, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് സൂക്ഷിക്കാൻ, വരും തലമുറയ്ക്ക് പോലും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല നല്ല ചില വിഷയങ്ങൾ പറയുന്നൊരു സിനിമയാണ് ഇളയരാജ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും, ഞാനുൾപ്പെടെ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കലാകാരന്മാരും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ സിനിമയെ പറ്റി പറയുന്നത്. ടെക്നിക്കലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും. ഒരു ചെറിയ ക്യാൻവാസിൽ ഒരു ചെറിയ സിനിമ, എനിക്ക് തോന്നുന്നത് ഒരു വലിയ സിനിമയാക്കി മാറ്റേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ്. ഈ ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ കാണുന്ന നിങ്ങളെല്ലാവരും തന്നെ ഇതൊരു വൻ വിജയമാക്കി തരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ. ഇളയരാജ കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം, വനജനം എന്ന എൻ്റെ കഥാപാത്രത്തിൻ്റെ അഭിനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്, വനജനം എന്ന എൻ്റെ കഥാപാത്രത്തിൻ്റെ അഭിനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ്. സിനിമയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഇതിലെ പാട്ടുകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ തീർച്ചയായും നല്ല നല്ല ഒരു കമൻറ്റുകൾ, എന്ന് വെച്ചാൽ നിങ്ങളുടെ വിമർശനമെങ്കിൽ വിമർശനം, എന്തായാലും അത് സിനിമ കണ്ടതിന് ശേഷം എന്നെ അറിയിക്കാം. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഇത്രയും നാളും എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് നിങ്ങളുടെ ഒരു വലിയ പ്രോത്സാഹനവും പിന്തുണയാണ്. അത് ഇളയരാജയ്ക്കും ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് 22-ാം തീയതി, മാർച്ച് 22-ാം തീയതി ഇളയരാജയ്ക്കായി ടിക്കറ്റ് എടുക്കാം.